എല്ലാവർക്കും നമസ്കാരം. ആതിര മിസ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സാം ഒക്കെ? സെറ്റ് ആയിരുന്നു അല്ലേ? അപ്പം ഇനി അങ്ങോട്ടുള്ള എക്സാം നമുക്ക് അടിപൊളിയാക്കി എഴുതണം അല്ലേ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതേപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുക. കാരണം നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഓരോ ടിപ്സ് ആയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസിലൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾ ഫ്രണ്ട്സിന് മാക്സിമം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം നമ്മുടെ ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. മക്കളെ, നിങ്ങൾ എക്സാം പേപ്പറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മെയിൻ ചോദ്യമാണ് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അല്ലേ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ഈ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. യെസ്, ഈ പ്രാവശ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കാണാൻ പറ്റുമെന്നാണ് മിസ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതത്തിന്റെ ഉപ്പ് എന്നുള്ള പാഠഭാഗത്ത് നിന്ന് വരുന്ന ഒരു കുറിപ്പാണ് മിസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് നോക്കിയാലോ, എങ്ങനെയാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കിയാലോ? യെസ്, എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ? ഉപ്പുകൊറ്റന്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണോ? ചർച്ച ചെയ്ത കുറിപ്പ് തയ്യാറാക്കുക. എന്താണടാ ചോദ്യം? ഉപ്പുകൊറ്റനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉപ്പ് വിറ്റ് നടക്കുന്ന ആളാണല്ലേ ഉപ്പുകൊറ്റൻ. യെസ്, എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ? ഉപ്പുകൊറ്റന്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണോ? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയാലോ? എല്ലാ മനുഷ്യരും തുല്യരാണ്, അവരിൽ താഴ്ന്നവരും ഉയർന്നവരും ഇല്ല. എല്ലാവരുടെ ശരീരത്തിലും ഓടുന്നത് ഒരേ ചോരയാണ്, അതുകൊണ്ട് പ്രത്യേകമായ ബഹുമാനം ആരും അർഹിക്കുന്നില്ല എന്നതാണ് ഉപ്പുകൊറ്റന്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ്, യോജിച്ചേ പറ്റൂ അല്ലേ? യെസ്, കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിലും ഇന്നത്തെ കാലത്തും ഉപ്പുകൊറ്റന്റെ ഈ ചിന്ത വളരെ പ്രസക്തമാണ്. സമൂഹത്തിൽ പലതരത്തിലുള്ള വേർതിരിവുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. സമ്പത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ എല്ലാം ഇന്നും വിവേചനം നിലനിൽക്കുന്നു. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ബഹുമാനം. മനുഷ്യർ സമന്മാരാണ് എന്ന ചിന്തയാണ് ഉപ്പുകൊറ്റൻ നമ്മിൽ ഉണർത്തുന്നത്. അസമത്വം തുടച്ചു നീക്കാൻ നമുക്ക് കഴിയാത്തിടത്തോളം കാലം ഉപ്പുകൊറ്റന്റെ ഈ ചോദ്യത്തെയും അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. യെസ്, എടാ, ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അല്ലേ? കുറിപ്പ് എത്ര ഷോർട്ട് ആക്കിയിട്ടാണ് മിസ് ചെയ്തിരിക്കുന്നത്? അല്ലേ? ഇത്രയേ ഉള്ളൂ. എന്തിനെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അതിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറച്ച് എഴുതിയാൽ മതി. കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഇത്തിരി മാത്രം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വീഴും കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒരുപാട് എഴുതി കഴിഞ്ഞാലാണ് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കോളൂ. കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 വരിയാണെങ്കിലും കുഴപ്പമില്ല. സംഭവം ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ 2 വരിയിലുണ്ടോ, നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് വീണിരിക്കും കേട്ടോ. അപ്പം അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അപ്പൊ മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മിസ്സിന്റെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സെറ്റ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും മക്കളെ, ബൈ.